നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ആളെക്കൊല്ലികളായ കടുവയെയും പുലിയെയും ഒക്കെ പിടികൂടാൻ വയനാട്ടിലും മറ്റും പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ജനരോഷം, വൻ പ്രതിഷേധം ആളെക്കൊല്ലികളായ ചില ജനപ്രതിനിധികൾക്കെതിരെയാണ്, MLA-ക്കെതിരെയാണ്, DCC അധ്യക്ഷന് എതിരെയാണ്, മുൻ അധ്യക്ഷനെതിരെയാണ്, ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെയാണ്. വയനാട് കോൺഗ്രസിൻ്റെ ഖജാൻജിയായിരുന്ന NM വിജയനെയും മകനെയും കൊലയ്ക്ക് കൊടുത്ത IC ബാലകൃഷ്ണനെയും ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും പിടികൂടാനാണ് ഈ ജനരോഷം. കൊല്ലങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കണക്ക് പറഞ്ഞാണ് ഇവരൊക്കെ തങ്ങൾ നിരപരാധികളാണ് എന്ന് ഇതുവരെ പറഞ്ഞു വന്നത്. ഇപ്പോൾ ഇവരെയൊന്നും നേരെ ചൊവ്വെ കാണാനുമില്ല. ജനങ്ങളെ പേടിച്ച് ഒളിവിൽ പോയ ഇവരിൽ പലരും ആരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കഴിയുന്നത്? ചുരമിറങ്ങി രാഖ്യരാമാനം തലസ്ഥാനത്തെത്തി KPCCയുടെ തണലിലാണ് ചില പ്രതികൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അറിയേണ്ടത് ഇത്ര മാത്രമാണ്: ആളുകളിൽ നിന്ന് കോടികൾ വാങ്ങി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച് തട്ടിപ്പ് നടത്തിയവർ 2 പേരെ കൊന്നിട്ടും പ്രതികളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ ഒളിപ്പിച്ചു നിർത്തുന്നതിന് കോൺഗ്രസിന് എന്തു മറുപടി പറയാനുണ്ട്? K. സുധാകരനും VD സതീശനും ജനപ്രതിനിധികളെ കാക്കുന്ന ഭൂതങ്ങളായി മാറിയോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായുള്ളത് CPIM നേതാവ്, മുൻ MLA CK ശശീന്ദ്രൻ, കോൺഗ്രസ് സഹയാത്രികൻ പ്രൊഫസർ AG ജോർജ്, മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ എന്നിവർ. ഏറ്റവും ആദ്യം പ്രൊഫസർ AG ജോർജിലേക്കാണ് വരുന്നത്. പ്രൊഫസർ ജോർജ്, MLA IC ബാലകൃഷ്ണൻ്റെ പങ്ക് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം ഇപ്പോൾ തെളിയുകയാണ്. ഇന്ന് കൈരളി പുറത്തുവിട്ട ഒരു കത്തുണ്ട്, ശുപാർശ കത്ത്. ഈ IC ബാലകൃഷ്ണൻ 2021 ഈ NM വിജയൻ്റെ മകനെ ബാങ്കിലെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം മറ്റൊരാളെ അവിടെ നിയമിക്കാൻ വേണ്ടി ശുപാർശ ചെയ്തെഴുതിയ കത്ത്. ആ കത്തിന്ന് പല മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ കത്ത് മാത്രം മതി NM വിജയൻ്റെ ആത്മഹത്യ, മകനെ കൊലപ്പെടുത്തി NM വിജയൻ ആത്മഹത്യ ചെയ്ത ആ സമയത്ത് എഴുതിയ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിയാൻ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ. IC ബാലകൃഷ്ണനാണ് ആത്മഹത്യയുടെ പ്രേരണ എന്നറിയാൻ ഈ ശുപാർശ കത്ത് മതി. MLA രാജിവെക്കണ്ടേ? കോൺഗ്രസ് നടപടിയെടുക്കണ്ടേ? ഡോക്ടർ ലാല്, ഈ വയനാട്ടിലെ വിജയൻ്റെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന മക്കളോടും കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ അനുശോചനം ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഡോക്ടർ ലാലിൻ്റെ വൈകാരികമായിട്ടുള്ള ഇൻട്രോയെ ഞാൻ ആദരിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മൾ രണ്ടുപേരും സർക്കാർ കോളേജ് അധ്യാപകരാണല്ലോ. ഈ ഒരു റോളിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഒരു ധാർമ്മികതയും ഇതിനകത്ത് വളരെ പ്രധാനമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഒരു പാർട്ടിയും ഈ തരത്തിൽ അധമ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന ഒരു സനാതനമായ സത്യം നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇതിനെ ഒരുപാട് പർവ്വതീകരിച്ച് വൈകാരികമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഇതിന് സമാനമായിട്ടുള്ളതോ ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ബാങ്കിൽ വായ്പ എടുത്ത ആളുകൾ, ബാങ്കിൽ നിക്ഷേപിച്ച ആളുകളൊക്കെ ആത്മഹത്യ ചെയ്ത കഥകളൊക്കെ നമ്മുടെ മുൻപിൽ ധാരാളമായിട്ടുണ്ട്. ഞാൻ എല്ലാം വിസ്തരിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നില്ല ഡോക്ടർ ലാലെ. എന്നാലും അതിന് പിന്നിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സത്യമുണ്ട്. എല്ലായിടത്തും പുഴുക്കുത്തുകളുണ്ട്, എല്ലായിടത്തും ഇതുപോലെ തട്ടിപ്പുകാരുണ്ട്, എല്ലായിടത്തും ഇതുപോലെ തന്നെ പണസംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തുന്നതായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ കരുവന്നൂർ കേസ്, സഹകരണ ബാങ്കിൻ്റെ സംഭവം, കണ്ടല സഹകരണ ബാങ്കിൻ്റെ സംഭവം. ഞാൻ എല്ലാം ഒന്നും വിസ്തരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ ഡോക്ടർ ലാലിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്,
ഇതാര് ചെയ്താലും മുഖം നോക്കാതെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ശിക്ഷയ്ക്ക് വിധേയരാകണം എന്ന കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഡോക്ടർ ലാലെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതിനെക്കുറിച്ച് യാതൊരു ഇതിന് രാഷ്ട്രീയത്തിന് അതീതമായി കാണണം. ഇവിടെ വയനാട്ടിലെ MLA ആയിരിക്കുന്ന IC ബാലകൃഷ്ണനോ DCC പ്രസിഡൻ്റ് ആയിരിക്കുന്ന ND അപ്പച്ചൻ എന്നതിനപ്പുറമായി നമ്മൾ കാണാൻ ശ്രമിക്കണം. അവരാരായാലും ശരി, അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ആരായാലും ശരി, നമ്മുടെ രാജ്യത്തൊരു നിയമ സംവിധാനമുണ്ടല്ലോ. നമുക്ക് ആളുകളെ കുറ്റം ആരോപിക്കാനുള്ള സ്വാതന്ത്ര്യമേ ഡോക്ടർ ലാലിനും എനിക്കുമുള്ളൂ. പ്രൊഫസർ AG ജോർജ്, താങ്കൾ പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കാൻ നല്ല ഇമ്പമുള്ളത് കൊണ്ട് ഞാനൊന്ന് കേട്ടിരുന്നതാണ്. കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ആരിൽ നിന്നെങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ച് വാക്കുകൾ ഈ വയനാട്ടിലെ വിഷയത്തിൽ ഉണ്ടാകട്ടെ, അത് കേൾക്കട്ടെ ആളുകൾ എന്നറിയാൻ തന്നെയാണ്. കാരണം KPCC അധ്യക്ഷനിൽ നിന്നോ പ്രതിപക്ഷ നേതാവിൽ നിന്നോ മറ്റ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നോ ഒന്നും ഈ NM വിജയൻ്റെയും മകൻ്റെയും മരണത്തിൽ ഇത്രമാത്രം വാക്കുകളൊന്നും കേൾക്കാനായില്ല. അതുകൊണ്ട് അങ്ങയുടെ അനുശോചനം രേഖപ്പെടുത്തൽ മുതൽ ഈ ഒരു 2-2.5 മിനിറ്റുള്ള അങ്ങയുടെ പ്രസംഗം നന്നായിട്ടുണ്ട്, അത് കൈയടിക്കുന്നു. അതിനോടൊപ്പം എനിക്ക് എൻ്റെ ചോദ്യം അവിടെ നിൽക്കുകയാണ്. പ്രൊഫസർ AG ജോർജ്, എന്താണ് ചോദ്യം? അങ്ങ് പറഞ്ഞതുപോലെ നിയമം നടപ്പിലാകണമെങ്കിൽ ഇതിൽ കോൺഗ്രസിലെ നേതാക്കൾക്ക് അപ്പുറമുള്ള തലത്തിലേക്ക് ഇതിലെ പ്രതികൾ പോയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണമെങ്കിൽ ഇതിലൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള തെളിവനുസരിച്ച് സഹകരിക്കേണ്ടവർ സഹകരിക്കണം. അതിനകത്ത് എന്താണ് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് കൃത്യമായി അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ തെളിവുകളുണ്ട്. NM വിജയൻ മരണപ്പെട്ടതിന്, ആത്മഹത്യ ചെയ്തതിൻ്റെ പ്രേരണ ഇവിടെ ആരാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ വന്ന പേരുകളാണ് ഈ 1, 2, 3 പ്രതികളുടേത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ. ഇവർ നിയമത്തിന് വിധേയരാകണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി കൂടി വിചാരിക്കണം എന്ന ഘട്ടം വന്നിരിക്കുന്നു. കോൺഗ്രസ് ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ? ഡോക്ടർ ലാലെ, അങ്ങ് എന്നെ പ്രശംസിച്ചതിൽ അങ്ങോട്ട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഞാൻ ഒന്നും തമസ്കരിക്കാനായി ശ്രമിക്കുന്നില്ല. അങ്ങ് പറയുന്നത് പോലെയുള്ള ഒരു പൊലിപ്പോടുകൂടി എനിക്ക് ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങിരിക്കുന്നതായിട്ടുള്ള ഒരു സീറ്റ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊന്ന് അങ്ങയോട് ചോദിക്കട്ടെ. അങ്ങ് എന്നോട് പറഞ്ഞല്ലോ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരുന്നില്ല എന്ന്. ഞാൻ അങ്ങയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങേക്ക് ആധികാരികമായി പറയാനായി സാധിക്കുമോ ഇതിനകത്ത് പ്രതിപട്ടികയിലുള്ള IC ബാലകൃഷ്ണൻ MLAയും ND അപ്പച്ചൻ എന്ന് പറയുന്ന DCC പ്രസിഡൻറ്റും സാധാരണയായി നമ്മളൊക്കെ പറയുന്നത് പോലെ ഒളിവിലാണെന്ന് പറയാൻ സാധിക്കുമോ? ഇന്ന് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വാക്യം കൂടെ IC ബാലകൃഷ്ണൻ ഇന്ന് അങ്ങും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പച്ചയായിട്ട് പറഞ്ഞു, ഞാൻ ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയിരിക്കുകയാണ്, ഞാൻ നാളെ വയനാട്ടിൽ എപ്പോൾ പറഞ്ഞു? പ്രൊഫസർ AG ജോർജ്, അദ്ദേഹം പറഞ്ഞത് വൈകുന്നേരമാണ് ആ വീഡിയോ പുറത്തേക്ക് വരുന്നത്. രാവിലെ മുതൽ അദ്ദേഹത്തെ വിളിച്ച മാധ്യമങ്ങൾക്ക്, ഇന്നലെ ഉച്ച മുതൽ വിളിക്കുന്നവർക്ക് ഇതല്ല. അങ്ങൊരു പക്ഷേ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. വിളിച്ച ആർക്കും അദ്ദേഹത്തെ കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ. അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, ഈ 3 പേരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇന്നവർ കോടതികളെ സമീപിച്ചിരുന്നു. കോടതിയിൽ നിന്ന്, കൽപ്പറ്റ കോടതിയിൽ നിന്ന് അനുകൂലമായ രീതിയിൽ 15-ാം തീയതി വരെ സ്വാഭാവികമായൊരു നടപടി ഉണ്ടായിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല 15-ാം തീയതി വരെ എന്നുള്ളത്. അതുവരെ ഒരു സാവകാശം കിട്ടിയതിനെ മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണ് കർണാടകത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് ഇന്നലെ ആയിക്കൂടാ? എന്തുകൊണ്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓഫീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചുകൂടാ? മാധ്യമങ്ങൾക്ക് ഈ വിവരം കൊടുത്തുകൂടാ? ഇദ്ദേഹം ഒന്നും ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്? ഡോക്ടർ ലാലെ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് ദയവായി നിർബന്ധം പിടിക്കരുത്. ഇല്ല, അദ്ദേഹത്തിന് പറ്റില്ല എന്ന് മനസ്സിലായി. എന്നെ പറയാൻ അനുവദിക്കണം. അവരുടെ സ്വകാര്യ ആവശ്യങ്ങളിലൊന്നും കടന്നു കയറാൻ ഇപ്പോൾ അങ്ങേക്കോ എനിക്കോ അവകാശമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ പോലീസ് സംവിധാനമുണ്ടല്ലോ. ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, അങ്ങ് ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിലല്ലേ പോലീസ്? അവരാരും ബോധപൂർവമായി പോലീസിൻ്റെ മുൻപിലൂടെ ഒളിവിലാണെന്ന് പറഞ്ഞ് പോയിട്ടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇവർ 1, 2, 3 പ്രതികളായത്. ആ പോലീസിന്റെ നടപടികളിലാണ് ഇവർ 3 പ്രതികളായി ഇപ്പോൾ നിൽക്കുന്നത്. 1, 2, 3 പ്രതികൾ. അവർ പ്രതികളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവർ രക്ഷപ്പെടാൻ ഓടി നടക്കുകയാണ്. അങ്ങനെയാണ് അവർ കോടതിയെ സമീപിച്ചത്. അവർ സ്വിച്ച് ഓഫ് ചെയ്ത് പോയത്. ഇപ്പോൾ അവർ വന്ന് കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു നടപടി ഉണ്ടായി എന്ന് പറഞ്ഞാണ് തൽക്കാലത്തേക്ക് അവരിൽ ഒരാൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇതല്ല ഒരു MLAയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതെൻ്റെ സ്വകാര്യ കാര്യമല്ല. അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു കയറിയിട്ടില്ല.
അവർ സമൂഹത്തിലെ ജനപ്രതിനിധികളാണ്. IC ബാലകൃഷ്ണൻ MLA ആണ്. ബത്തേരിയുടെ MLAക്ക് ഒരു കൃത്യമായ റോളുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ ആളുകൾക്ക് കിട്ടണം. അദ്ദേഹം ഒളിച്ചോടാനുള്ള ആളല്ല. അദ്ദേഹത്തെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫോണാണ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പരിപാടിയാണ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് ചോദിക്കാൻ അവകാശമില്ല എന്നല്ല. ഈ നാട്ടിലുള്ള സ്വകാര്യ സഹകരണ ബാങ്കുകളിലെ ജോലിയൊക്കെ ഇങ്ങനെ തീരെഴുതി കൊടുത്ത് അതിന് നിയമന തട്ടിപ്പിൻ്റെ ലേബലിൽ പണം വാങ്ങി പോക്കറ്റിലിട്ട് നടക്കാൻ ഇവർക്ക് എന്ത് സ്വകാര്യ അവകാശമാണ് സാർ? ഡോക്ടർ ലാലെ, അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തകനാണല്ലോ, അങ്ങ് അല്പം കൂടെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കണം. നമ്മുടെ ഇവിടുത്തെ MLA-മാർക്കൊക്കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അവരെ ഒളിച്ച് താമസിപ്പിച്ചതായിട്ടുള്ള ചരിത്രമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതൊന്നും അങ്ങ് മറക്കാൻ ശ്രമിക്കണ്ട. അല്ലല്ല, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ഈ വിഷയത്തുമായി ബന്ധപ്പെടാത്തതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. PP ദിവ്യയുടെ കാര്യമാണെങ്കിൽ മാന്യമായി നടപടിയെടുത്തൊരു പാർട്ടിയോടാണ് അങ്ങ് ഈ രീതിയിൽ വെല്ലുവിളി നടത്തി പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിന് യാതൊരു സംശയമില്ല. അങ്ങേക്ക് മാന്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളെ എല്ലാവരും മാന്യമാണെന്ന് അംഗീകരിക്കണമെന്ന് വാശി പിടിക്കരുത്. അതായത് ഇവിടെ ഒരു MLA-ക്കെതിരായിട്ട് ഇതിനേക്കാൾ കഠിനമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ MLA ഒളിവിലാണ്. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെ അദ്ദേഹത്തെ പാർപ്പിച്ച ചരിത്രവും അതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പാർപ്പിച്ച ചരിത്രവും ഒന്നും എൻ്റെ പ്രിയപ്പെട്ട ലാലെ അങ്ങ് മറക്കാൻ ശ്രമിക്കരുത്. ND അപ്പച്ചൻ, KK ഗോപിനാഥ്. ഇതിൽ KK ഗോപിനാഥ് തൽക്കാലം കോൺഗ്രസ്സുകാരനല്ല എന്നെങ്കിലും പറയാം. ബാക്കി 2 കോൺഗ്രസ് നേതാക്കൾ, അത് ഒരാൾ ജില്ലയുടെ കോൺഗ്രസ് അധ്യക്ഷൻ, മറ്റൊരാൾ അവിടുത്തെ MLA, കാലങ്ങളായുള്ള MLA ആണ്. ഈ MLA ഒക്കെ ഇവിടെ നിയമന തട്ടിപ്പ് നടത്തി കോടികൾ വാങ്ങിയെന്ന് വയനാടിൻ്റെ കോൺഗ്രസിൻ്റെ ജില്ലാ ട്രഷററായിരുന്ന, കമ്മിറ്റിയുടെ ട്രഷററായിരുന്ന NM വിജയൻ ആത്മഹത്യക്ക് മുമ്പ് കുറിച്ചു വെച്ച കാര്യങ്ങൾ ഇപ്പോൾ തെളിയുമ്പോൾ ഇതാണോ ന്യായീകരണം? CPM-നെ നോക്കൂ, മറ്റു പാർട്ടികളെ നോക്കൂ എന്നാണോ കോൺഗ്രസ് പറയുന്നത്? ഇതൊക്കെ നേരത്തെ അറിയാവുന്ന KPCC അധ്യക്ഷൻ പറഞ്ഞത് എന്താണ്? IC ബാലകൃഷ്ണനോട് തൂങ്ങും, വേഗം ഇതൊക്കെ സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ തൂങ്ങും എന്നാണ് പറഞ്ഞത്. എൻ്റെ ഡോക്ടർ ലാലെ, ഇവിടെ ND അപ്പച്ചനെ സംബന്ധിച്ച് ഞാൻ അറിയുന്നത് അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ ഒളിക്കാതെ വന്ന് KPCC-യുടെ നേതൃയോഗത്തിൽ വരെ സംബന്ധിക്കാൻ വന്നിട്ട് പോയതാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ND അപ്പച്ചനെ ഈ KPCC-യുടെ പരിസരത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തൻ്റെ ഇടം കാണിച്ചില്ല? തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു MLA അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. വേഗത്തിൽ നടപടി എടുത്തപ്പോൾ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ പറഞ്ഞത് എന്താണ്? ഇതാ കണ്ടില്ലേ, MLA-യുടെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ ആക്രമിച്ച് വലിയ രീതിയിൽ. ഇതിന്റെ ആവശ്യം എന്താണ്? ഇദ്ദേഹം വല്ല കൊലപ്പുള്ളിയോ മറ്റോ ആണോ എന്നാണ് ചോദിച്ചത്. ഇപ്പൊ കൊല നടത്തിയതിന്റെ പുള്ളികളെ പിടിക്കാൻ വേണ്ടി പോലീസ് സാവകാശത്തിൽ അടുത്ത നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒളിച്ചോടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിന്റെ ജനപ്രതിനിധികളല്ല, പ്രതികളാണ് ഈ പറയുന്ന പേരുകാർ. അവർക്കിപ്പോ ഈ കാര്യത്തിൽ പറയാനുമൊന്നുമില്ല, ജനങ്ങളുടെ മുമ്പിലേക്ക് വരാനും പറ്റുന്നില്ല. ഞാൻ വരാം, അങ്ങയിലേക്ക് തിരിച്ചു വരാം. 10-12 മിനിറ്റായി നമ്മൾ സംസാരിക്കുന്നു. ശ്രീ CK ശശീന്ദ്രൻ, കോൺഗ്രസ് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ചർച്ചയിൽ പ്രൊഫസർ AG ജോർജിനെ പോലുള്ളവർ പറയുന്നതിൽ നിന്നുമൊക്കെ വ്യക്തമാണ്. അങ്ങക്ക് ഇന്ന് ഏറ്റവും ഒടുവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പറയാനാകുമോ? ബത്തേരി അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും പുറത്തു വരികയാണ്. ഇന്ന് വന്നിട്ടുള്ള കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് IC ബാലകൃഷ്ണൻ സർക്കാർ മുദ്രവെച്ച, കേരള സർക്കാരിൻ്റെ മുദ്രവെച്ച ലെറ്റർ പാഡിൽ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റിന് അയച്ച കത്ത് പറയുന്നുണ്ട്, ഇന്ന് ആൾക്ക് ജോലി കൊടുക്കണം. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഔദ്യോഗികമായിട്ട് കത്തുണ്ട്, ഇന്ന് ആൾക്ക് ജോലി കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയാൻ, കത്തയക്കാൻ ഒരു MLA-ക്ക് ഒരിക്കലും അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 188 വകുപ്പ് ഷെഡ്യൂൾ 3 പ്രകാരമാണ് ഒരാൾ MLA-ആയി, ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത്, ഞാൻ ഭരണഘടനയെയും നിയമത്തെയും എല്ലാം ഉയർത്തിപ്പിടിച്ച് ഭയമോ
പ്രത്യേക മമതയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാതെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ഒരാളാണ് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി ഇപ്പോൾ കത്ത് കൊടുത്തിരിക്കുന്നത്. ആ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് താളൂർ ലോകായുക്തയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, സ്പീക്കർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട്. നേരത്തെ പ്രിയപ്പെട്ട പ്രൊഫസറൂടെ പറയുകയുണ്ടായി കോൺഗ്രസ്സിന് വേണ്ടി, അദ്ദേഹം അതിൽ ദുഃഖം രേഖപ്പെടുത്തി എന്നൊക്കെ പറയുകയുണ്ടായി, നല്ല കാര്യം. പക്ഷേ വയനാട്ടിലൊരു MP ഉണ്ടല്ലോ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണല്ലോ, ഒരു അനുശോചനം അയച്ചു അവരുടെ ജില്ലാ ഖജാൻജി മരിച്ചുപോയിട്ട്. K. സുധാകരൻ അവരുടെ ജില്ലാ ഖജാൻജി അല്ലേ, മരിച്ചുപോയിട്ട് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയോ? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വന്നു നോക്കിയോ? ആരെ കൂടിയാണ് നിൽക്കേണ്ടത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കേണ്ടത്. എരകളുടെ കൂടെ നിൽക്കണോ അതോ അവരെ കൊലയ്ക്ക് കൊടുത്തവരുടെ കൂടെ നിൽക്കണോ? ഇവിടെ കോൺഗ്രസ് പരസ്യമായി വിജയൻ്റെ കുടുംബത്തെയല്ല, കോൺഗ്രസിൻ്റെ ഖജാൻജിയായിരുന്ന വിജയൻ്റെ കുടുംബത്തെയല്ല സംരക്ഷിക്കുന്നത്. പകരം MLA സംരക്ഷിക്കുന്നു. DCC പ്രസിഡന്റ് അദ്ദേഹം മുൻ MLA കൂടിയാണ്, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. നേരത്തെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നു. അവരെല്ലാം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം പരസ്യമായി സ്വീകരിച്ചു വരുന്നത്. അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നേരത്തെ പറഞ്ഞു കത്തുകളെല്ലാം വ്യാജമാണെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ പറയുന്നില്ലല്ലോ. പോലീസിൻ്റെ നടപടി സ്വീകരിക്കുന്നുണ്ട്. പോലീസിൻ്റെ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 4 പ്രതികൾ, ഒരാൾ മരിച്ചുപോയതുകൊണ്ട് അയാളുടെ പേര് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ബാക്കി 3 പേർ പ്രതികളായി ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ബത്തേരി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരും മുങ്ങിയത്. ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത് കോടതി പറഞ്ഞു 15-ാം തീയതി വരെ അവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് 2 പേരുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2 പേരുടെ കാര്യത്തിലേ പറഞ്ഞിട്ടുള്ളൂ. MLAയുടെയും മുൻ MLAയും DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള 2 ആളുകളുടെ പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ കരുവന്നൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ അവരുടെ ആളുകളെല്ലാം ജയിലിൽ കിടന്നു. അവരെല്ലാം ഉദ്യോഗസ്ഥരായാലും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളായാലും അവരുടെയൊക്കെ പേരിൽ ആവശ്യമായ രാഷ്ട്രീയ സംഘടനാപരമായ നടപടി സ്വീകരിച്ചു. അവർ ജയിലിൽ കിടന്നു, തിരിച്ചുപിടിക്കാനുള്ള നിലപാട് സ്വീകരിച്ചു. അത്തരം കാര്യങ്ങൾ ചെയ്തു. ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. നേരത്തെ പറഞ്ഞു ഈ കത്ത് തന്നെ വ്യാജമാണെന്ന് പറഞ്ഞു. ഓരോ ദിവസം കഴിയും തോറും കോൺഗ്രസ് നേതൃത്വവും MLAയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും അത് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങളാണ് പുറത്തുവിടുന്നതെന്ന് വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സത്യം പോലെ വെളിച്ചത്ത് വന്നല്ലോ, പകൽ പോലെ വെളിച്ചത്ത് വന്നല്ലോ. ഇനി എങ്ങനെയാണ് മറച്ചു വെക്കാൻ വേണ്ടി കഴിയുക? അതാണ് വിഷയം. 17 പേരിൽ നിന്നാണ് പണം വാങ്ങിയിരിക്കുന്നത്. ഓരോരുത്തരും ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉപസമിതി ഒരു അന്വേഷണ കമ്മീഷൻ നിശ്ചയിച്ചിട്ട് കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ആലോചിക്കുന്നതിന് പകരം ഈ പണമെല്ലാം കൊടുത്ത് ഇത് ഒതുക്കി തീർക്കാൻ കഴിയുമോ എന്നാണ് അവർ ആലോചിക്കുന്നത്. അത് സംബന്ധിച്ചുള്ള പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. KPCCക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്. അവർക്കത് ചെയ്യാനുള്ള നടപടിയൊക്കെ എടുക്കാനുള്ള അവർക്കുണ്ട്. പക്ഷേ അവരിത് ഒതുക്കി തീർക്കാനല്ല വരേണ്ടത്. ഇവിടെ IC ബാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ വേണ്ടി, കോൺഗ്രസ് അധ്യക്ഷനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി തീർത്ത് പണമെല്ലാം ഞങ്ങൾ തന്നോളാമെന്ന് വാഗ്ദാനം കൊടുത്ത് ആളുകളെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ആലോചിക്കുന്നത്. അതല്ല അന്വേഷണം IC ബാലകൃഷ്ണൻ കുറ്റം ചെയ്തിട്ടുണ്ടോ? ND അപ്പച്ചൻ മുൻ MLA കൂടിയായിട്ടുള്ള DCC പ്രസിഡന്റ് കുറ്റം ചെയ്തിട്ടുണ്ടോ? പരാമർശിക്കപ്പെട്ട മറ്റു പേരുകാരനായിട്ടുള്ള KK ഗോപിനാഥൻ എന്ന് പറഞ്ഞാൽ ഈ ബിരുദാനന്തര ബിരുദം എടുത്തതാണ് അഴിമതിയുടെ കാര്യത്തിൽ. വലിയ അഴിമതിക്കാരനാണ്. വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളിലും. ഈ ഒരു ബാങ്കിൻ്റെ കാര്യം വെളിച്ചത്ത് വന്നിട്ടുള്ളൂ. മറ്റു പല ബാങ്കുകളുടെ കാര്യവും വിജയൻ്റെ കത്തിൽ, വിജയൻ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ കത്തിലുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ജീർണിച്ചു പോയ അഴിമതിക്കാരുടെ, കൊള്ളസംഘക്കാരുടെ 4 കോൺഗ്രസ് നേതാക്കളാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെറ്റായ നടപടികളുമായിട്ട് ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. മാനന്തവാടി നഗരസഭയിലെ ആ മണ്ഡലം പ്രസിഡൻ്റായിരുന്ന ജോൺ കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോയി രാത്രി കത്തെഴുതി വെച്ച് കെട്ടിത്തൂങ്ങി മരിക്കുകയുണ്ടായി. മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന, കോൺഗ്രസ് അനുഭാവി കൂടിയായിരുന്ന, അത് സജീവ പ്രവർത്തകനല്ല പക്ഷേ കോൺഗ്രസ്സുകാരനായിരുന്ന രാജേന്ദ്രൻ നായർ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതുമായി ബന്ധപ്പെട്ടൊരു കോൺഗ്രസ് നേതാവ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വിജയനും അദ്ദേഹത്തിൻ്റെ മകനെ യഥാർത്ഥത്തിൽ കൊലക്ക് കൊടുത്ത് വിജയൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇത്രയും ക്രൂരമായൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ സംഘടനാപരമായി നടപടി സ്വീകരിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ലേ? ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നടപടി ഉണ്ടാകാത്തതിന് കാരണം ഇത് വയനാട്ടിൽ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച പേരുകളിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുന്നതല്ല. ഇതിൻ്റെ പണത്തിൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും അഴിമതിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചു തന്നാൽ അതിൻ്റെ വ്യാപ്തിയുമൊക്കെ
ഒരുപക്ഷെ ജില്ലയ്ക്ക് പുറത്തേക്കൊക്കെ സംസ്ഥാന തലത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ ഈ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം വല്ലാതെ പതറുന്നത്? അതെ, കോൺഗ്രസ് നേതൃത്വം ആകെ വേട്ടക്കാരോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു നില സ്വീകരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുധാകരന്, ശ്രീ സുധാകരന് എല്ലാം അറിയാം. അതുകൊണ്ടല്ല പറഞ്ഞു അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം. അച്ഛൻ മരിച്ചുപോയി, സഹോദരൻ മരിച്ചുപോയി. ആ കുടുംബത്തോട് ആശ്വാസവാക്കുകൾ പറയുന്നതിന് പകരം ആ കുടുംബത്തെ അപമാനിക്കുകയല്ലേ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിനും വലുത് പറയും. അദ്ദേഹം പലതും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അന്തവും കുന്തവും ഇല്ലാത്തതെന്ന്, കത്ത് വായിച്ചു നോക്കാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല എന്നൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് നേതൃത്വത്തിന് ഇതെല്ലാം അറിയാം. അറിഞ്ഞിട്ട് ഇതെല്ലാം മൂടി വെക്കാനും ഇതെല്ലാം ഒളിച്ചു വെക്കാനുമായി പരിശ്രമിച്ചു. അതുപോലെ തന്നെ വി.ഡി. സതീശൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്. ബാലകൃഷ്ണനോട് അതെ അദ്ദേഹം അത് പരസ്യമായിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പരിഹരിച്ചിട്ടില്ല എന്നുള്ള കാര്യം സുധാകരന് നല്ലപോലെ അറിയാലോ. അപ്പം ഞാൻ അങ്ങനെ തന്നെ എടുക്കാൻ നമുക്ക് വാദഗതിക്ക് വേണ്ടി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് സുധാകരൻ, IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തോട് ആവശ്യപ്പെട്ട് അവർ പരിഹരിച്ചില്ലല്ലോ. അങ്ങനെ പരിഹരിക്കാത്ത കൊണ്ടെങ്കിലും നടപടി സ്വീകരിക്കണ്ടേ? വി.ഡി. സതീശൻ എന്തെങ്കിലും കാര്യം, എല്ലാ കാര്യത്തിലും വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഏത് ചെറിയ കാര്യത്തിൽ പോലും അനവസരത്തിലായാലും ശരിയായ രീതിയിലായാലും ഒക്കെ അഭിപ്രായ പ്രകടനം നടത്തുന്ന വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ മിണ്ടുന്നേയില്ലല്ലോ. അതവരുടെ കുടുംബകാര്യമെന്ന് പറഞ്ഞില്ലേ. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് നേതൃത്വം വയനാട്ടിൽ പ്രചരിപ്പിച്ചത് അവരെ ആഭ്യന്തര കുടുംബ പ്രശ്നം കൊണ്ടാണ് വിജയൻ അന്തരിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തെന്നുള്ള കള്ളപ്രചരണം നടത്തിയ ആദ്യം മുതലേ. ആദ്യം ഒരു പ്രചരണം വിജയൻ്റെ വീട്ടിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്, മക്കളും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ടൊരു പ്രചരണം നടത്തി ഇവിടെ. അതെല്ലാം പൊളിഞ്ഞില്ലേ? ആ കാര്യങ്ങളെല്ലാം വന്നില്ലേ? എല്ലാ കാര്യങ്ങളും വന്നു. ഇനി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്താ എടുക്കുന്നത്? കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഇടപെടേണ്ട വിഷയം അല്ലെങ്കിൽ ഞങ്ങളുടെ MP ആണവർ. ആ MP വയനാട്ടിൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ അന്തരിച്ചു പോയി. തിരിഞ്ഞു നോക്കാൻ തയ്യാറായോ? ഒരു അനുശോചന സന്ദേശം അയച്ചോ? ആരെ കൂടെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്? അതാണ് വിഷയം. ആരെ കൂടെ നിൽക്കുന്നു എന്നുള്ള വിഷയം. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം, കാരണം തൻ്റെ മണ്ഡലത്തിലാണുള്ളത് കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് നേരത്തെ ആണെങ്കിൽ രാഹുൽ ഗാന്ധിയോട് വന്ന് പറഞ്ഞു പോയത് വയനാടിന് 2 MP മാരുണ്ട്. ഒന്ന് പ്രിയങ്ക ഗാന്ധി, ഞാൻ വയനാടിൻ്റെ സ്വന്തം MP ആണ്, പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക്. രാഷ്ട്രീയ അഭയം കൊടുത്തൊരു നാടാണ് വയനാട് അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ. ഞാൻ പോട്ടെ, അതിൻ്റെ മറ്റു വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. അവിടെയൊന്നും ഒരു ശരിയായ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല. മാനുഷിക നിലപാട് സ്വീകരിക്കണ്ടേ? ഒരു മാനുഷിക നിലപാടല്ലേ MP അവരുടെയും കൂടി ഒരു പ്രധാന പ്രവർത്തകൻ. ഇതെല്ലാം ഞങ്ങൾ വിളിച്ചത് കൊണ്ടൊന്നാണോ? അല്ല. നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പ്രൊഫസർ കൂടെ പറഞ്ഞു. ഞങ്ങളല്ല പ്രൊഫസറെ. ഇതെല്ലാം വിളിച്ചത്ത് കൊണ്ടുവന്നത് വിജയനും അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കത്ത്, പിന്നീട് പല കോൺഗ്രസ് പ്രവർത്തകരും ഓരോ കാര്യങ്ങൾ വിളിച്ചത്ത് പുറത്തുവിടുകയാണ്. അവരാണ് ഓരോ പുതിയ കാര്യങ്ങൾ വിളിച്ചത്ത് കൊണ്ടുവരുന്നത്, അവരാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരാൾ പറഞ്ഞല്ലോ, ബിജു എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞല്ലോ, ഞാൻ MLAയുടെ വീട്ടിൽ പോയി, IC ബാലകൃഷ്ണൻ്റെ വീട്ടിൽ പോയി നിരന്തരം ബഹളം വെച്ചപ്പോൾ എനിക്ക് കുറേ കാശ് തിരിച്ചു വന്നു, ബാക്കി തരാനുണ്ട്. പൈസ മേടിച്ചില്ലെങ്കിൽ എന്തിനാ IC ബാലകൃഷ്ണൻ തിരിച്ചു കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്? അതേത് ധൈര്യപൂർവ്വം നിന്നൂടെ? മാതൃകാപരമായി ജീവിക്കുന്നവരായിരിക്കണം. ഞാൻ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എത്ര പേർ പുറത്തേക്ക് അറിയാതെ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ NM വിജയൻ്റെ കാര്യം തന്നെ, അദ്ദേഹം എത്രമാത്രം പാർട്ടിയെ കുരുതി കൊടുക്കാതെ കാര്യങ്ങളെ ഒതുക്കി അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കത്തിൽ പോലും. അതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ പോലും കാര്യങ്ങൾ പുറത്തേക്ക് വരാതെ, പലതും പറയാതെ പുറത്ത് ജീവൻ പോയ ആളുകൾ എത്ര പേരുണ്ടാകും? കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? ഇത് ആരൊക്കെ പണം വാങ്ങിയിട്ടുണ്ട്? ഈ പറഞ്ഞ് കേൾക്കുന്ന പണത്തിൽ മാത്രം ഈ കാര്യങ്ങൾ തീരുമോ? ഇത്രയും വലിയൊരു അഴിമതി ഇങ്ങനെ നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഇതിനെ കൈയടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? ഇതിങ്ങനെ ഒതുക്കി തീർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്? ഒരു പാർട്ടിക്ക് മാത്രമായി, ചില നേതാക്കൾക്ക് മാത്രമായി ഒരു സമിതി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ തീർത്ത് പോകാൻ പറ്റുന്നതാണോ എന്നാണ് അറിയേണ്ടത്. M. ജയചന്ദ്രൻ, ഈ കാര്യത്തിൽ താങ്കളുടെ ഒരു കാഴ്ച എങ്ങനെയാണ്? ഇന്നത്തെ ദിവസം MLAയുടെയും മറ്റ് നേതാക്കളുടെയും ഒക്കെ ഈ പ്രകടനങ്ങൾ കൂടി കാണുമ്പോൾ. ഡോക്ടർ ലാൽ, വിചിത്രമായ ഒരുപാട് ഈ കാര്യങ്ങളാണ് NM വിജയൻ്റെയും മകൻ്റെയും
ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ എങ്കിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ്. മറ്റു എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ ഊന്നേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സന്ദർശനം ചില നേതാക്കളുമായി. എന്നിട്ട് മാധ്യമങ്ങൾ മുഴുവൻ വിശേഷിപ്പിക്കുകയാണ് കോൺഗ്രസിൻ്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ നേതാക്കളോടൊപ്പം സണ്ണി ജോസഫുണ്ട്, ജയന്തുണ്ട്, അങ്ങനെ ചിലരോടൊക്കെ ഒപ്പം വീട്ടിൽ ചെല്ലുകയാണ്. എൻ്റെ പ്രബലമായൊരു സംശയം ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുകയാണ്. ഈ KPCCയുടെ അച്ചടക്ക സമിതിക്ക് അവിടെ എന്താണ് കാര്യം? KPCC പ്രസിഡൻറ്റ്, അതല്ലെന്നുണ്ടെങ്കിൽ KPCCയുടെ സംഘടനാകാര്യ സെക്രട്ടറി M. ലിജു, അതല്ലെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലെയുള്ള തലപ്പക്കമുള്ള മറ്റു നേതാക്കൾ ലംഘിച്ച് മനസ്സിലാക്കാം ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരിക്കും. അദ്ദേഹത്തിന്റെ മകനെയും കൊന്ന് ആത്മഹത്യ ചെയ്ത ഒരു അച്ചടക്ക ലംഘനമല്ലേ? അത് അന്വേഷിക്കാനായിരിക്കും ഇവരൊക്കെ പോയത്. എന്താണ് പറയുക? അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ NM വിജയൻ മകന് വിഷം കൊടുത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് അച്ചടക്ക ലംഘനമായിട്ട് പാർട്ടി വിലയിരുത്താതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ബഹളം ഉണ്ടാക്കാതിരിക്കണം എന്നുള്ളതാണോ പറഞ്ഞു കൊടുക്കാൻ പോയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഒരു കൂട്ടം മാധ്യമങ്ങൾ പിന്നെ പറയുകയാണ് പാർട്ടി ബാധ്യത മുഴുവൻ ഏറ്റെടുക്കുമെന്ന്. അപ്പോൾ ആത്മഹത്യാ പ്രേരണയുടെ ബാധ്യത അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടി ഏറ്റെടുക്കുമല്ലോ. സാമ്പത്തിക ബാധ്യത മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആത്മഹത്യാ പ്രേരണ എന്നുള്ള പോലീസിൻ്റെ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന കേസുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മുമ്പിൽ വരുന്ന ഒന്നാമത്തെ ചോദ്യം. അടുത്ത കാര്യം ഡോക്ടർ ലാൽ വരുന്നത് മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന നീതിബോധമാണ്. ഈ നീതിബോധം എപ്പോഴും സെലക്റ്റീവാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്നുള്ളതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തെളിവ് 21-ാം നൂറ്റാണ്ടിലെ തെളിവ് തന്നെയാണ്, 2025 അല്ല, തെളിവ് തന്നെയായിട്ട് അത് മാറുന്നുണ്ട്. അങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ പ്രൊഫസർ ജോർജ് പറഞ്ഞല്ലോ, ചിലരെയൊക്കെ ചില പ്രസിഡന്റുമാരെയൊക്കെ എന്ന് പറഞ്ഞു, പേര് പറഞ്ഞില്ല, ഞാൻ പേരൂടെ പറയാം. PP ദിവ്യയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. PP ദിവ്യ ഒളിവിൽ പോയി, പോലീസ് അവരെ പിടിച്ചില്ല, പോലീസ് അടക്കം അവരെ ഒളിപ്പിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാധ്യമങ്ങൾക്കന്ന് എന്തൊരു ജാഗ്രതയായിരുന്നു. പോലീസ് ഒളിപ്പിച്ച ദിവ്യയെ തപ്പി എത്ര ദിവസമാണ് അവർ മണിക്കൂറുകളോളം രാപകലില്ലാതെ ശ്വാസം വിടാതെ അന്വേഷിച്ച് നടന്നത്, ഇല്ലേ? അപ്പോൾ ഇവിടെ പോലീസ് അങ്ങനെ നടക്കാത്തത് എന്തേ എന്നാണിപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്. നോക്കണേ, വൈരുദ്ധ്യം നോക്കണേ. പ്രതിപക്ഷമാണ് IC ബാലകൃഷ്ണൻ, ഭരണപക്ഷമാണ് ദിവ്യയെ ഒളിപ്പിച്ചു. പോലീസ് ഒളിപ്പിച്ചു. 8 ദിവസം ഒളിപ്പിച്ചത് പോലീസാണെന്നാണല്ലോ വ്യാഖ്യാനം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടിയല്ലേ ഒളിപ്പിച്ചിരിക്കുന്നത്, അല്ലേ? പോലീസ് അത് കണ്ടുപിടിക്കാത്തത് എന്തേ എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഈ ചർച്ചയിൽ തന്നെ ചോദിച്ചത്. പോലീസിൻ്റെ മൂക്കിന് താഴെ കൊണ്ട് എന്തേ പിടിക്കാത്തതെന്നല്ല ചോദിക്കുന്നത്. അതിനാരാണ് ഈ കൈകൊട്ടി പാടുന്നതാരാണ്? മാധ്യമങ്ങൾ. ഒരു മാധ്യമത്തിന് ആ ചോദ്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി ഒളിപ്പിച്ച ഈ നേതാക്കളെ നിങ്ങൾ പുറത്ത് വിടണം എന്ന് പറയാൻ കേരളത്തിലെ പ്രിൻ്റ് മീഡിയയിലോ ഇലക്ട്രോണിക് മീഡിയയിലോ ആരെങ്കിലും ഉണ്ടായോ? പോട്ടെ, ഇനി അവരുടെ മീഡിയ ഹൗസുകളുടെ മുതലാളിമാരാരെങ്കിലും ഉണ്ടായോ? ഇല്ലല്ലോ. അപ്പോൾ കടുത്ത ഇടത് വിരുദ്ധത ഒരു ഭാഗത്തും മറുഭാഗത്ത് CPM വിരോധവും കൊണ്ട് കണ്ണു കാണാതായ മാധ്യമ നൈതികത, അതാണ് നമ്മളിവിടെ ഈ കേസിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കണ്ടാലും നിയമത്തിൻ്റെ വഴിക്ക് പോകൂ എന്നുള്ളതിന് തെളിവെന്താണ്? അതിൻ്റെ തെളിവാണ് 3 പ്രതികൾ. ഈ IC ബാലകൃഷ്ണൻ എത്ര ദൂരം ഓടും? ബാംഗ്ലൂർ വരെ ഓടാം, പിന്നെ ഓടിയാൽ എവിടം വരെ ഓടും? അതുകൂടെ പറയണം പ്രൊഫസറെ. കോൺഗ്രസ് പറയണം, കോൺഗ്രസ്സാണ് പറയേണ്ടത്. ആ കോൺഗ്രസ് അങ്ങനെ പറയാൻ കഴിയാത്തത് എന്താണ്? കോൺഗ്രസ് ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞൊരു ഭാഷയുണ്ട് ഡോക്ടർ ലാൽ, കോഴിക്കോട് പറഞ്ഞതാ. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് NM വിജയൻ മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്തത്. ആ പ്രയോഗം എത്ര അർത്ഥവത്താണെന്ന് നോക്കണം. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെയാണ്. എന്താണ് അറിവോടെയാണെന്നുള്ളൊരു തെളിവ്? ആ തെളിവാണ് 8 പേജ് വരുന്ന കത്ത്. ആ കത്തിൽ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം, കോൺഗ്രസ് നേതൃത്വം അറിയാമായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് അറിവ്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവോടെ തന്നെയാണ്
ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് ഗോവിന്ദമാഷ് പറഞ്ഞത് വെറുതെ അല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം 3 പേര് പ്രേരണാക്കുറ്റത്തിന്, ആത്മഹത്യാ പ്രേരണാക്കുറ്റത്തിനാണേ. അതിന് ഇവർ ഈ 1.5 കോടി രൂപ മുഴുവൻ ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളിൽ അല്ലെങ്കിൽ ബാങ്കിൽ അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുത്ത് പ്രശ്നം തീർത്താലും ആത്മഹത്യാ പ്രേരണാക്കുറ്റത്തിൽ നിന്ന് എങ്ങനെ മുക്തരാകും ഇവർ? ആവില്ലല്ലോ. അപ്പോൾ അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിന് അവരെ പ്രതികളാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയിൽ ഇവർ 3 പേര് മാത്രമല്ല പങ്കാളികളായിട്ടുള്ളത്. പോലീസിനറിയാം, പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങൾ വരികയും ചെയ്യും പുറത്ത്. അപ്പോൾ ആ ഗൂഢാലോചനയിൽ എവിടം വരെ ചെല്ലുമോ അതാണ് താങ്കൾ ആദ്യം ചോദിച്ചില്ലേ. സംസ്ഥാന തലത്തിലും വിഹിതം പോയിട്ടുണ്ടോ? ഉണ്ടോ? പ്രൊഫസർ അത് പറയേണ്ടതാണ് കേട്ടോ. പ്രൊഫസർ താങ്കൾക്കത് പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാര്യം താങ്കൾ കാര്യങ്ങളെ നന്നായി നോക്കി നിരീക്ഷിച്ച് അഭിപ്രായം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ചർച്ചകളിലൊക്കെ. അതുകൊണ്ട് താങ്കൾക്ക് ആ തരത്തിൽ കക്ഷി രാഷ്ട്രീയപരമായി കോൺഗ്രസ് സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളുടെ കെണികൾ അതിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് താങ്കൾക്ക് ഒരുപക്ഷെ നിരീക്ഷിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. കാരണം താങ്കൾ അത്രത്തോളം ആ ചെളിക്കുണ്ടിൽ പെട്ടു പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല. വസ്തുത, യാഥാർത്ഥ്യം അത് വളരെ കടുത്തതാണ്. യാഥാർത്ഥ്യം പ്രൊഫസർ, ഇവർ ഗൂഢാലോചന നടത്തി ചെയ്യിപ്പിച്ചതാണ് ഈ സംഗതി എന്നുള്ളതിന് മറ്റൊരു പ്രകടമായ തെളിവാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന IC ബാലകൃഷ്ണൻ്റെ സർക്കാർ മുദ്ര വെച്ച കത്ത് നമ്മളോട് പറയുന്നത്. കാരണം അനില CB ആണ്, ആ പേര് പറയുന്നില്ല എന്നാണ് ഡോക്ടർ ലാൽ ശശീന്ദ്രൻ പറഞ്ഞത്. സഖാവ് പറഞ്ഞില്ല, ഓക്കെ. പക്ഷെ ഞാൻ ആ പേരങ്ങ് പറയാണ്, അനില CB, ബത്തേരി മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ്റെ മകൾ. അവർക്ക് ജോലി കൊടുക്കണം എന്നാണ് നേരിട്ട് എഴുതിയിരിക്കുന്ന IC ബാലകൃഷ്ണൻ MLA. അതാണ് അതിന് നിയമപരമായ യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ലോകായുക്തയിൽ വരുന്നുണ്ട്, സ്പീക്കറുടെ അടുത്ത് വരുന്നുണ്ട്. ഭീതിയോ പ്രീതിയോ ഇല്ലാതെ ഞാൻ കർത്തവ്യം നിർവഹിക്കുന്ന എന്നാണല്ലോ സത്യപ്രതിജ്ഞയിൽ വരുന്നത്. അതിന്റെയൊക്കെ ലംഘനമാണല്ലോ കാണിച്ചിരിക്കുന്നത്. അതിപ്പോ ഈ അനിലയ്ക്ക് ജോലി കൊടുക്കാൻ IC ബാലകൃഷ്ണൻ തീരുമാനിച്ചത് അവിടെ PSC പോലെ ഒരു സംവിധാനം, ഒരു പരീക്ഷ നടത്തി അതിൽ 1ാം റാങ്ക് കിട്ടിയതുകൊണ്ടല്ല. അതിനകത്ത് മറ്റെന്തോ കിട്ടിയിട്ടുണ്ടെന്ന് NM വിജയന്റെ കത്തിൽ തന്നെ ഉണ്ടല്ലോ സൂചന. അത് വാങ്ങി പോക്കറ്റിലിട്ടിട്ടാണ് IC ബാലകൃഷ്ണൻ ഈ പറയുന്ന ജിജേഷിനെ പിരിച്ചുവിടുകയും ഈ അനിലയ്ക്ക് ജോലി കൊടുക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തത്. അതെ, അവിടെ അവർക്കൊരു സൗകര്യപ്രദമായ ഒരു ഒഴിവ് കിട്ടുന്നുണ്ട് ഡോക്ടർ ലാൽ. എന്താണെന്നറിയാമോ? ഈ സഹകരണ സംഘങ്ങളിൽ ക്ലാസ് 4 ഒഴികെ ബാക്കിയുള്ള ക്ലാസ് 4ന് മാത്രം ഈ സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പരീക്ഷയിൽ ഇല്ല. അതുമാത്രം സഹകരണ സംഘം ബോർഡുകൾക്ക് നേരിട്ട് നിയമിക്കാൻ അധികാരമുണ്ട്. ബാക്കിയെല്ലാം പരീക്ഷ നടത്തണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ പരീക്ഷയിൽ മുമ്പിൽ വന്നതുകൊണ്ടോ മാർക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടോ അല്ലല്ലോ ഈ അനിലയ്ക്ക് ജോലി കൊടുത്തത്. എന്തുകൊണ്ടാണ് ജിജേഷിനെ പുറത്താക്കി അനിലയ്ക്ക് ജോലി കൊടുത്തത്? പൈസ കൂടുതൽ വാങ്ങിയിട്ടാണല്ലോ ഓരോരുത്തർക്കും ജോലി കൊടുക്കാൻ തീരുമാനിച്ചത്. അതാണല്ലോ പരാതികൾ. അല്ല, അത് തന്നെയല്ല. അതിൽ തന്നെ വളരെ ക്രൂരമായ ഒരു വാചകം ഈ IC ബാലകൃഷ്ണൻ്റെ കത്തിൽ പറയാത്തൊരു കാര്യം, ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ക്രൂരത എന്താണെന്നറിയാമോ? ബത്തേരിയിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയും സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായ ബാലകൃഷ്ണൻ്റെ മകൾ അനില TB എന്നാണ് പറയുന്നത്. എന്നിട്ട് ആരെയാണ് ഒഴിവാക്കിയത്? ജിജേഷിനെ. ജിജേഷ് ആരാണ്? 50 വർഷമായി പാർട്ടിക്ക് വേണ്ടി വയനാട് ജില്ലയിൽ പണിയെടുക്കുന്ന കോൺഗ്രസിൻ്റെ നേതാവായ ജില്ലാ ട്രഷററായ NM വിജയൻ്റെ മകനെയാണ് ഒഴിവാക്കുന്നത്. എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് കോൺഗ്രസ് അതിൽ കാണിച്ചത്? നീതിബോധം എന്ന് പറഞ്ഞ സാധനം തൊട്ട് തെറിച്ചിട്ടുണ്ടോ അക്കാര്യത്തിൽ? ഇല്ലല്ലോ. അപ്പം രാഷ്ട്രീയ ധാർമ്മികതയോ രാഷ്ട്രീയ നീതിബോധമോ ലെവലേശമില്ലാതെ കടുത്ത കൊടും ക്രൂരത കാണിച്ച് ഈ അച്ഛനെയും ഈ മകനെയും നേതൃത്വത്തിന് IC ബാലകൃഷ്ണൻ അടക്കമുള്ള ലീഡേഴ്സിൻ്റെ അറിവോടുകൂടി കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നില്ലേ പ്രൊഫസർ AG ജോർജ്? റൈറ്റ്, അതല്ലേ ചെയ്തത് പ്രൊഫസർ AG ജോർജ്. അതിനെതിരെ കോൺഗ്രസ് പറയേണ്ട ഉത്തരം അതാണ്. ശ്രീ M ജയചന്ദ്രനും CK ശശീന്ദ്രനും ചൂണ്ടിക്കാട്ടിയ ഈ കാര്യങ്ങളിലൂടെ പുറത്തു വരുന്ന ഈ ഗൂഢാലോചന അത് IC ബാലകൃഷ്ണന്റെ തലത്തിൽ മാത്രം നിൽക്കുന്നതല്ല. IC ബാലകൃഷ്ണൻ ഇത്ര മാത്രം പിന്തുണ കിട്ടണമെങ്കിൽ, ഇത്രയും സംരക്ഷണം കിട്ടണമെങ്കിൽ അതിന് മുകളിലോട്ട്
കാര്യങ്ങൾ അറിഞ്ഞ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നും അറിയാത്തവരെ പോലെ ഇത്രയും ഇളിഭ്യരായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെയൊക്കെ തുറന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയോ വലിയ തട്ടിപ്പിൻ്റെ ചെറിയൊരു അംശം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതൊക്കെ ഈ പറയുന്ന അച്ചടക്ക സമിതി അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നാണോ പറയുന്നത്? അതല്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് വരണം. കോൺഗ്രസ്സിന് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം ജോലി കൊടുക്കുക, അവരിൽ തന്നെ യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക് അവരുടെ മക്കൾക്ക് ജോലി കൊടുത്തത് ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ ഒരാൾക്ക് ജോലി കൊടുത്തത് പോലും അയാളെ പുറത്താക്കി അതിനേക്കാൾ മെച്ചമെന്ന് മറ്റെന്തോ കൊണ്ട് കണ്ടെത്തിയ ആൾക്ക് ജോലി കൊടുക്കാൻ ശുപാർശ എഴുതുക, ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ആത്മഹത്യയും കൊലപാതകവും നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മാത്രം ഞങ്ങൾക്കാർക്കും ഇല്ല എന്ന് പറഞ്ഞ് കൈകഴുകുക, കുടുംബത്തെ മോശക്കാരാക്കുക. ഇതൊക്കെ എങ്ങനെയാണ് സാർ കേരളീയർ കണ്ടുകൊണ്ട് നിൽക്കണമെന്ന് താങ്കളെപ്പോലുള്ളവർ പറയുക? ഡോക്ടർ ലാലെ, നിങ്ങൾ 3 പേരോട് പ്രതികരിക്കണം എന്നുള്ളതുകൊണ്ട് എന്നോടൊരു മൃദു സമീപനം ദയവായി സ്വീകരിക്കണം. ഞാൻ ദീർഘിപ്പിക്കത്തില്ല. എനിക്ക് ബഹുമാന്യനായിട്ടുള്ള മുൻ MLA ഇവിടെ പറഞ്ഞു, കോൺഗ്രസ് പാർട്ടി ഇതിനോട് കാര്യമായ രീതിയിൽ ഒരു പ്രതികരണം കാട്ടുന്നില്ല എന്ന്. അതായത് വയനാടിലെ MP ആയിരിക്കുന്ന ശ്രീമതി പ്രിയങ്ക ഗാന്ധി, അതുപോലെ ഇവിടുത്തെ പാർട്ടി നേതൃത്വമൊന്നും വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നൊരാക്ഷേപം അദ്ദേഹം ഉന്നയിച്ചു. കൂട്ടത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയെക്കുറിച്ചൊക്കെ ഉദ്ധരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഒരു മുൻ MLA ആയതുകൊണ്ട് ഈ സത്യപ്രതിജ്ഞയുടെ വാക്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഇവിടെ ആ പറഞ്ഞതിനകത്ത് വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ഇപ്പോൾ വയനാട്ടിലെ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, KPCC നേതൃത്വത്തിന് അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവിടെ സാന്ദർഭികമായിട്ട് പറഞ്ഞു, അവിടെ അച്ചടക്ക സമിതിക്ക് എന്ത് കാര്യം? അതായത് കോൺഗ്രസിൻ്റേതായിട്ടുള്ള ആഭ്യന്തര പ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണമെന്ന് നിർണ്ണയിക്കാൻ കോൺഗ്രസ് ഇതരരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒരു മാധ്യമ പ്രവർത്തകനും അവകാശമില്ല. ഈ ന്യായം നമ്മൾ മറ്റുള്ളവർക്ക് കണ്ടില്ലല്ലോ. CPM-ന്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ ന്യായം ഒരു മാധ്യമങ്ങളും കാണിക്കുന്നില്ല, ഒരു നിരീക്ഷകരും കാണിക്കുന്നില്ല, പ്രതിപക്ഷ പാർട്ടികളും കാണിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ സാർ, ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയുടെ അകത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ചോദിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ തന്നെയാണോ അവർ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്? പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ അവിടെ ഒരു അനുശോചനം പോലും അയച്ചില്ല എന്നാണ് നേരത്തെ CK ശശീന്ദ്രൻ പറഞ്ഞത്. അതൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണോ? ഡോക്ടർ ലാലെ, ഞാൻ അക്കമിട്ട് പറയുമ്പോൾ അങ്ങയ്ക്ക് പൊള്ളാതിരിക്കാൻ അങ്ങ് സൂക്ഷിക്കണം. കാരണം ഇവ കോൺഗ്രസിനെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായി കോൺഗ്രസിൽ അച്ചടക്ക സമിതിക്ക് എന്ത് കാര്യമെന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിൻ്റെ ഒരു ബാലിശമായിട്ടുള്ള സ്വഭാവത്തെ എനിക്ക് അധ്യക്ഷൻ അവിടെ പോകുന്നില്ല, പ്രതിപക്ഷ നേതാവ് അവിടെ പോകുന്നില്ല. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണ്? അവർ പറഞ്ഞത് ഈ കുടുംബത്തിന് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബം എന്നാണ് KPCCയുടെ അധ്യക്ഷൻ പറയുന്നത്. എന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എന്നിട്ട് ഈ അച്ചടക്ക സമിതി അവിടെ പോവുകയാണ്. എന്താണ് ഈ അച്ചടക്ക സമിതിയോട് ഉദ്ദേശിക്കുന്നത്? അവിടെ പോയിട്ട് ചോദിക്കില്ല ആളുകൾ? എൻ്റെ ഡോക്ടർ ലാലെ, അങ്ങ് ഉൾപ്പെടുന്നതായ രാഷ്ട്രീയ കക്ഷിയുടെ അങ്ങേക്ക് വിധേയത്വമോ ബന്ധമോ ഉള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെല്ലാം ഇതെല്ലാം ചെയ്തതിന് ശേഷമാണോ അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നതെന്ന് അങ്ങ് നെഞ്ചിൽ കൈവയ്ക്കണം. എനിക്കത് ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധിയായിട്ടല്ല ഇരിക്കുന്നത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാരവാഹിയല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ ചെയ്തു എന്ന് നോക്കിയിട്ട് അങ്ങയോട് ചോദ്യം ചോദിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ ചോദ്യം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഇവിടുത്തെ സംസ്ഥാനത്തെ ജനങ്ങൾക്കും ഇവിടുത്തെ പൗരന്മാർക്കും വേണ്ടിയിട്ടാണ് എൻ്റെ ചോദ്യം. അതിൽ ഉണ്ട് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള എല്ലാ അവകാശവും. ഇവിടെ ജോലി എല്ലാവർക്കും കിട്ടേണ്ടതാണ്, തുല്യ അവകാശമാണ്. അതിങ്ങനെ വീതിച്ചു വെച്ച് കോൺഗ്രസ്സുകാർക്ക് വീതിച്ചു കൊടുക്കാനും അവരിൽ നിന്ന് പണം വാങ്ങി പോക്കറ്റിലിട്ട് അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അത് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ബാധ്യതയുള്ള വിധേയത്വമുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് എന്നോട് ചോദിക്കരുത് സാർ. അതല്ല, ജനങ്ങൾക്കുള്ളവരുടെ എല്ലാം ചോദ്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ലാൽ ചോദിക്കുന്നതെന്നുള്ള അമിതമായിട്ടുള്ള ഒരു അടങ്കൽ ഏർപ്പാടെടുക്കരുത്. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്, പ്രേക്ഷകരുണ്ട്.
കൈരളിയുടെ പ്രേക്ഷകർ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിനുണ്ട്. അതെ. അതുകൊണ്ട് ഈ ജനങ്ങളുടെ എല്ലാം വികാരമാണ് ഞങ്ങൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഇല്ല, ഇല്ല. നിങ്ങൾക്കൊക്കെ എന്ത് ഇഷ്ടം പോലെ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ ചെയ്തി കൊണ്ട് ആരെങ്കിലും ആത്മഹത്യയോ കൊലപാതകമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാരും ചോദിക്കാൻ പാടില്ല. അതിന്റെയൊക്കെ അടങ്കൽ ഞങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങളാരും പറയരുത്. ഡോക്ടർ ലാലും ഇവിടുത്തെ പാനലിസ്റ്റുകളും ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ട്. അത് പറയാൻ അങ്ങ് അനുവദിക്കണം. ഇതാണ് ചോദ്യം. പണത്തിന്റെ വിഹിതം ഡോക്ടർ ലാലെ, ഞാനൊരു ക്രമാനുഗതമായിട്ടാണ് മറുപടി പറയുന്നത്. അതായത് ബഹുമാനപ്പെട്ട CK ശശീന്ദ്രൻ ഒന്നാം ഭാഗത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അവിടെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങ് ചില കാര്യങ്ങളൊക്കെ ബോധപൂർവം മറന്നിട്ടാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ CPM-ൻ്റെ ഒരു ശൈലിയില്ല, ഞങ്ങൾക്ക് സ്വന്തമായ കോടതിയില്ല, ഞങ്ങൾക്ക് സ്വന്തമായ വിചാരണാ സംവിധാനമില്ല, ഞങ്ങൾ ആരെയും അങ്ങനെ മുൻകൂട്ടി പ്രതിയായി പ്രഖ്യാപിക്കുകയും അവരെ ഒളിവിൽ താമസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്ന് കേൾക്കാതെ പോയതാണോ എന്ന് എനിക്ക് ഈ കേസിൽ എന്താണ് ചെയ്യുന്നത് സാർ? അതെ, ഞാൻ പറഞ്ഞു തരാം എൻ്റെ ഡോക്ടർ ലാലെ. ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വളരെ സ്നേഹത്തോട് ഇവിടെ ബഹുമാനായ എൻ്റെ സ്നേഹിതൻ കൂടിയായിട്ടുള്ള വളരെ പക്വതയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ജയചന്ദ്രൻ പറഞ്ഞു. അതിനോട് ഞാൻ മറുപടി പറയാൻ എന്നെ അനുവദിക്കണം. അതായത് ഇവിടെ CK ശശീന്ദ്രൻ പറഞ്ഞ പ്രധാനമായ കാര്യം പാർട്ടി ഈ കാര്യത്തിൽ വേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് വസ്തുതാവിരുദ്ധമാണ്. അനുശോചന സന്ദേശം അയച്ചില്ല? എന്തുകൊണ്ട് KPCC അധ്യക്ഷൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല? എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇതുവരെ പോയില്ല? എന്തുകൊണ്ട് ഇവരൊക്കെ ആ കുടുംബത്തെ അവഹേളിച്ചു? എന്തുകൊണ്ട് ഇതൊക്കെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു? ഇതിനുള്ള സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി വളരെ ശക്തമായിട്ടുള്ള നടപടികൾ തുടക്കം മുതൽ ആരംഭിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്നതായിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ഒരു 4-അംഗ സമിതിയെ ഈ വിജയൻ്റെ വീട്ടിലേക്ക് അയച്ച് അവരുമായി സംസാരിച്ചു. പ്രൊഫസർ AG ജോർജ്, ഈ NM വിജയൻ എന്ന് പറയുന്ന ആളൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല. അദ്ദേഹം 50 കൊല്ലമായി കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അദ്ദേഹം അവിടുത്തെ ജില്ലാ ട്രഷറർ ആണ്. അതിനു മുമ്പ് അദ്ദേഹം ഇരുന്ന സ്ഥാനങ്ങൾ, ആ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ജില്ലയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മുല്ലപ്പള്ളിയോടൊപ്പം സുജനപാലിനോടൊപ്പം കോളേജിൽ ഒരുമിച്ച് പഠിച്ച് കോൺഗ്രസിലൂടെ വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെയാണ് അവിടുന്ന് പുറത്താക്കിയിട്ട് വേറെ ആർക്കോ പൈസ വാങ്ങിക്കൊടുത്തു എന്ന ആരോപണം ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. അതിൽ ദുഃഖിതനായിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പോഴാണ് അന്തവും കുന്തവും ഇല്ലാത്ത കുടുംബമെന്ന് KPCCയുടെ അധ്യക്ഷൻ പറഞ്ഞത്. ആ കുട്ടികൾ ഞങ്ങളെ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് VD സതീശൻ പറഞ്ഞത്. ഇപ്പോഴും അങ്ങ് പറയുന്നു തിരുവഞ്ചൂർ പോയതാണ് വലിയ കാര്യമെന്ന്. പോകണ്ടേ K.സുധാകരൻ? പോകണ്ടേ ഈ VD സതീശൻ? അയക്കേണ്ടേ ഒരു സന്ദേശം അവിടുത്തെ MP ചെയ്തോ എന്ന് ചോദിച്ചാൽ തെറ്റായിപ്പോയോ? ഡോക്ടർ ലാലെ, ഈ പറയുന്ന NK വിജയൻ്റെ പ്രാമുഖ്യത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യത്തെക്കുറിച്ചോ ഇന്നും ഒരു പാർട്ടിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹം ജീവിതം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ച ഒരാളാണ്. ആ കുടുംബം അങ്ങനെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നിങ്ങൾ കുറെ അദ്ദേഹത്തിന്റെ വീട് പണയം വെച്ച് 1 കോടി രൂപയോളം പലതും പണയം വെച്ച് കൊടുക്കേണ്ടി വന്നത് ആർക്ക് വേണ്ടിയാണ്? ഏത് പണമാണ്? ഏത് പണത്തിന്റെ കടമാണ് വീട്ടുന്നത് അദ്ദേഹം? ഏത് കടമാണ് സാർ? അല്ലല്ല, താങ്കൾ അതിനെ പൊലിപ്പിച്ചൊരു വൈകാരികമായ തലത്തിലേക്ക് വികാരം ഉണ്ടാകും സാർ. നിങ്ങൾക്ക് വികാരമില്ലാന്ന് പറയട്ടെ. സാധാരണ ഒരു സഹജീവി, ഒരു മനുഷ്യൻ 50 കൊല്ലം ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ, മകനെയും കൊന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമ്പോ വികാരം ഉണ്ടാകും സാർ. നിങ്ങൾക്ക് വികാരമില്ല. നിങ്ങളുടെ സഹപ്രവർത്തകനാണെന്നുള്ള വികാരം നിങ്ങൾ അതിനെക്കുറിച്ച് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് താങ്കൾക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അത് കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം. സാധാരണ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് ഇനി വേറെ ആർക്കും അതിനകത്ത് ചോദിക്കാനും പറയാനോ അവകാശമില്ല. ഒന്നും മിണ്ടണ്ട. അതിനുള്ള അവകാശം മറ്റുള്ളവന്റെ കണ്ണിലെ കോലെടുത്തതിന് ശേഷം ഇനിയിപ്പോ ബാലകൃഷ്ണനും ബാക്കിയുള്ളവരും പൈസ കൊടുത്തു തീർത്ത് ഒതുക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒതുക്കി തീർക്കാനാകുമോ? താങ്കൾക്ക് മറുപടി പറയാം.
നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല. ആര് ഇവിടെ ആരും ആര് ഒതുക്കാൻ വിചാരിച്ചാലും ശ്രമിക്കുന്നില്ല. ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ, മകന്റെയും ഞങ്ങളോട് നേരത്തെ മകനെ- പറഞ്ഞല്ലോ മകനെ- തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഐ സി അതേ ബാലകൃഷ്ണൻ പറയട്ടെ. എനിക്ക് പ്രൊഫസർ ഞാൻ- എ ജി അല്ലല്ല, ജോർജ്, ബഹുമാനപ്പെട്ട പി കെ ശശീന്ദ്രൻ ജയചന്ദ്രൻ പറയട്ടെ, പറഞ്ഞതിന് ഒരു മിനിറ്റ്, മറുപടി ഒരു പറയാൻ മിനിറ്റ്. സമയം തന്നില്ല. അല്ല, അതെല്ലാം പറയാൻ നമുക്ക് പറ്റില്ല. എന്റെ അല്ല, സമയം നിങ്ങൾ- മുഴുവൻ അപ്പോൾ നിങ്ങൾ അങ്ങേക്കുണ്ട്. 3 പേരാണ്. ഇല്ല, ഞാൻ ചോദിച്ച നിങ്ങൾ ചോദ്യങ്ങൾ 3 പേര് ഒരു ഞാൻ 5 പാനലിൽ പ്രാവശ്യം ഇരിക്കുമ്പോൾ- ചോദിച്ചത് ഒരേ ചോദ്യമാണ് സാർ. താങ്കൾ അതുവരെ ഉത്തരം പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് 5 പ്രാവശ്യം ചോദിക്കേണ്ടി വന്നത്. അതെ, ഞാൻ ആ 5 ചോദ്യങ്ങളല്ല ചോദിച്ചത്. അതല്ല, ഒറ്റ ഞാൻ ചോദ്യം അങ്ങയുടെ 5 പ്രാവശ്യമായി ചോദിച്ചു. അങ്ങയുടെ ദയവായി ഞാൻ ചോദ്യങ്ങൾക്ക് അങ്ങയിലേക്ക് വരാം. സി അങ്ങയുടെ കെ ശശീന്ദ്രൻ, ചോദ്യങ്ങളിൽ നിന്ന് ഈ ഒളിച്ചോടാൻ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ഇവർക്ക് ആളല്ല ഇങ്ങനെ ഒതുക്കി തീർത്ത് മുന്നോട്ട് പോകാനാകുമോ? അല്ല, സി കെ ശശീന്ദ്രൻ, അങ്ങ് ദയവായി അങ്ങയുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം പറയാൻ എന്നെ നിർബന്ധിക്കരുത്. എനിക്കതിന്റെ സാഹചര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. വയനാട്ടിൽ അപ്പൊ അതുകൊണ്ട് വന്നത് അങ്ങനെ വേണം അതിനെ കാണാനായിട്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പ്രശ്നങ്ങളിൽ പരിഹരിക്കുക എന്ന അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസിനെ ഇവരെ കൊലയ്ക്ക് കൊടുത്ത കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഒരാളെ കൊല്ലുകയാണ് ചെയ്തില്ല. മകനെ കൊന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അത്രമാത്രം പ്രയാസത്തിലാണ് ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹം കോൺഗ്രസിൻ്റെ നല്ല പ്രവർത്തകനാണ്, സാധാരണ പ്രവർത്തകനല്ല. സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്. ദീർഘകാലം അദ്ദേഹം അവിടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അല്ല, അങ്ങനെ പ്രവർത്തിച്ചതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് എന്നാണ്? നിങ്ങൾ CPM-കാരല്ലേ, അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ലേ? നിങ്ങൾക്കത് ചോദിക്കാൻ അവകാശമുണ്ടോ എന്നാണ് പ്രൊഫസർ ചോദിക്കുന്നത്. അല്ല, അതെ, അത് പ്രൊഫസറിന് നേരത്തെ പറഞ്ഞു മുൻ MLA-ക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന്. ഞാൻ ഏത് കാര്യമാണ് തെറ്റെന്ന് പറഞ്ഞത്? 20 പേരുടെ അപേക്ഷ ആ PTS-ലേക്ക്, അതിൽ ഒരാൾക്ക് പ്രത്യേകം കത്ത് കൊടുക്കുകയാണ് MLA, ഇന്നാൾക്ക് കത്ത് കൊടുക്കണമെന്ന് സർക്കാർ മുദ്ര വെച്ച് കൊടുത്ത്. അത് ഏതാ? അങ്ങനെ പ്രീതിയും മമതയും ഒന്നും കൂടാതെ, സ്വരപക്ഷപാതം കൂടാതെ പ്രവർത്തിക്കണമെന്നല്ല. അങ്ങനെ കത്ത് കൊടുക്കാൻ പാടില്ലല്ലോ പ്രൊഫസറെ. അങ്ങയുടെ പാർട്ടിയുടെ ഒരു ജില്ലാ പ്രസിഡന്റ്, അങ്ങയുടെ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഇവിടെ ഈ കടലാസ് തുണ്ടിനകത്ത് കൊടുത്ത് കോർപ്പറേഷൻ നടത്തിയ നിയമനങ്ങളുടെ പട്ടികയൊക്കെ അങ്ങൊന്ന് ആത്മപരിശോധന നടത്തണം. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് പട്ടികകൾ പറയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് കുറിപ്പടിയിൽ വെച്ച് അല്ല, അങ്ങനെ പറഞ്ഞു വിടരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. ലാലേ, അങ്ങനെ പറഞ്ഞു അതുപോലെ ഈ പട്ടികയിൽ കൂടെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയ ചരിത്രം ധാരാളമായിട്ടുണ്ട്. എനിക്ക് കടലാസ് വേണ്ട. കടലാസ് തുണ്ടിൽ നിയമനങ്ങൾ നടത്തിയ ധാരാളമായിട്ടുണ്ട്. തിരുവനന്തപുരം മേയറുമായി പിന്നീട് ആ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒക്കെ പൊതുസമൂഹത്തിന് അറിയാം. അതുകൊണ്ട് അങ്ങ് അതിനകത്ത് താങ്കളിലേക്ക് ഒരുപാട് കടലാസുകൾ വേറെ ഉണ്ട്. തുണ്ടെഴുതി കൊടുത്തത് നിയമനം കൊടുത്ത പിൻവാതിൽ നിയമനം കടലാസ് എന്തും എടുക്കുന്നതിന് നമുക്കെന്താ വിരോധം? വരുമ്പോൾ പറഞ്ഞോളൂ, ശശീന്ദ്രൻ പറഞ്ഞോളൂ. അല്ല, അതിന് കൊണ്ടുവരുന്നതിന് എന്താ വിരോധം? നമ്മളിത് ജനാധിപത്യ സമൂഹമല്ലേ. നിങ്ങൾ പറയാനുള്ളത് ഞങ്ങൾ മാന്യമായി കേൾക്കും, ഞങ്ങളുടെ മറുപടി പറയും. ജനങ്ങൾ ഏതാ ശരിയും തെറ്റും ജനങ്ങൾ തീരുമാനിക്കും. ആ അർത്ഥത്തിലല്ലേ ഉള്ളൂ. നിയമപരമായ കാര്യങ്ങൾ അവരും തീരുമാനിക്കും. അതുകൊണ്ട് ഇതെല്ലാം അന്വേഷണത്തിലാണ്. 2-3 കേസുകളുണ്ട്. ഒന്ന് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്, ഇവിടെ നടത്തിയ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്ന കാര്യമാണ് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ വന്ന കാര്യങ്ങൾ ഈ ഉപസമിതിയെ അന്വേഷിക്കാൻ വേണ്ടി വന്ന് കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തുന്നതിന് പകരം ഈ കാര്യങ്ങൾ എങ്ങനെ ഒതുക്കി തീർക്കാൻ ആലോചിച്ചു. അതാണ് ജനങ്ങളുടെ പരാതി. നേരത്തെ ആ കുടുംബത്തിലുണ്ടായിരുന്ന വീറും വാശി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പിന്നീട് എത്ര കുറഞ്ഞാലും കേസും കാര്യങ്ങളെല്ലാം മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സന്ദർശനത്തിന് ശേഷമാണ് അത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതെല്ലാം ക്ഷണികമാണ്. അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് മകൻ ഒരിക്കലും പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് വേറെ കാര്യം, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നേയില്ല. ഇവിടെ വിഷയം വളരെ ഗുരുതരമായ, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകാത്തത് ഞങ്ങളുടെ ഭാഗത്ത് വന്നപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ആവശ്യമായി നടപടി സ്വീകരിക്കുന്നുണ്ടല്ലോ. ഏത് കാര്യത്തിലാണ് നടപടി സ്വീകരിക്കാറുള്ളത്? മനുഷ്യന് പാർട്ടികളുടെ ചില ആൾക്കാർക്ക് തെറ്റുപറ്റുമായിരിക്കാം. അത് പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കും. അല്ലാതെ അവരെ സംരക്ഷിക്കാനല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത്തരം നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നേയില്ല.
തിരുവനന്തപുരത്തെ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുണ്ട് കടലാസിൻ്റെ കാര്യം അതെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നു. അതിൽ യാതൊരു പങ്കുമില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് നിങ്ങൾ നടത്തിയ സമരമൊക്കെ നിങ്ങൾ പിൻവലിച്ചല്ലോ. അതും എന്തുകൊണ്ടാണ് പിൻവലിച്ചത്? ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ കടക്കുന്നില്ല. ഞാനിപ്പോൾ പറയുന്നത് കോൺഗ്രസിന് കോടതി ഞങ്ങളാണോ കോടതി? അല്ല മറിച്ച് ചോദിച്ചാൽ നിങ്ങളുടെ തിരുവഞ്ചൂർ മറിച്ച് ഞാൻ പ്രൊഫസറോട് ചോദിച്ചാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നത് ഒതുക്കി തീർക്കും നിങ്ങളുടെ കോടതി ആയതുകൊണ്ടാണോ? ഇതെല്ലാം ഞങ്ങളുടെ കോടതി കൊണ്ടായതാണോ? കണ്ണൂരിലുള്ള വിഷയം ഞങ്ങളുടെ കോടതിയാണോ കൈകാര്യം ചെയ്തത്? വെറുതെ എന്തെങ്കിലും പറയില്ലേ? പ്രൊഫസറെ പോലുള്ള ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ നിലപാടുകൾ ഉണ്ടായിരിക്കും, അതിനെനിക്ക് തർക്കേയില്ല. പക്ഷെ ഞങ്ങൾ ശരിയുടെ കൂടെയാണ് നിൽക്കുന്നത്, ഒരിക്കലും തെറ്റിനെ സംരക്ഷിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള വിജയന് വന്നിട്ടുള്ള താങ്കൾ പറയല്ലേ, ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കുന്നില്ല. നിങ്ങൾക്ക് സമയം തരും പ്രൊഫസറെ. ഞാൻ ബഹുമാനത്തോടെ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമായ സമയം കൈരളി അവർ തരും, അപ്പം നിങ്ങൾ പറയും. അതുകൊണ്ട് ഇവിടെ കോൺഗ്രസ് വലിയ പ്രതിക്കൂട്ടിലാണ്, കോൺഗ്രസ് നേതൃത്വമാകെ പ്രതിക്കൂട്ടിലാണ്. അതാണ് വിഷയം. കോൺഗ്രസിൻ്റെ നേതൃത്വമാകെ ഇവിടെ DCC പ്രസിഡന്റ്, MLA, സംസ്ഥാന പ്രസിഡന്റ് സതീശൻ ഇവരെല്ലാം പറഞ്ഞ വാക്കുകൾ ക്രൂരമായ വാക്കുകളല്ലേ പറഞ്ഞിരിക്കുന്നത്? തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്? മരിച്ചത് നിങ്ങളുടെ പ്രവർത്തകനല്ലേ? നിങ്ങളുടെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം കാണിക്കണ്ടേ? മരിച്ചത് അച്ഛൻ മാത്രമല്ലല്ലോ, മകനെ കൊലക്ക് കൊടുത്ത് മരിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. എങ്ങനെ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ചെയ്യുമോ? അത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടില്ലേ അദ്ദേഹം? ആ മാനസിക പീഡനത്തിന് ആര് മറുപടി പറയും? അത്രമാത്രം മാനസികമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന്? അവസാനം വരെ അദ്ദേഹം ശരിയാവും വിചാരിച്ചിട്ട് നോക്കിയിരുന്നില്ലേ? മുട്ടാത്ത വാതിലുകളുണ്ട് അദ്ദേഹം. KPCC പ്രസിഡന്റ് ചെന്ന് കണ്ടില്ലേ? അദ്ദേഹം മറ്റുള്ളവരെ കണ്ടില്ലേ? ഇനി ആരെയാണ് അദ്ദേഹത്തിന് കാണേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ കോൺഗ്രസ്സിന് ഇതൊക്കെ ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ വേണ്ടത്? നിങ്ങളങ്ങനെ പല കാര്യങ്ങളും കള്ളക്കഥകൾ പലതും ഞങ്ങൾക്കെതിരെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ പോലീസ് ശരിയായി അന്വേഷിക്കുന്നില്ല അറിഞ്ഞു വാളയാർ കേസ് ഇപ്പോൾ വന്നല്ലോ, അപ്പോൾ അച്ഛനും അമ്മയും പ്രതികളായല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മത്സരിക്കുമ്പോൾ ധർമ്മടത്ത് ഈ അമ്മയെ കൊണ്ട് നിങ്ങൾ മത്സരിപ്പിച്ചില്ലേ? അതിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തില്ലേ? പ്രചരണപരമായിട്ടെങ്കിലും ചെയ്തു കൊടുത്തല്ലോ. അതെല്ലാം വെളിച്ചത്ത് വരികയല്ലേ ഓരോരോ കാര്യങ്ങളും. ഞങ്ങൾ നീതിപൂർവമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ സഹകരണ ബാങ്കുകളിലെ വയനാട്ടിലെ ഒട്ടേറെ സഹകരണ സ്ഥാപനങ്ങളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയെല്ലാം നിയമനത്തിന് യോഗം ചേരുന്നതിനാണ് കോൺഗ്രസ് നേതൃത്വം. നിങ്ങൾക്ക് വയനാട്ടിൽ കോൺഗ്രസിന് നേതൃത്വത്തിന് യോഗം ചേരാൻ കഴിയുന്നില്ല. ആ MLAക്ക് ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. MLA സ്വിച്ച് ഓഫ് ആയിരുന്നു. കോടതി വിധി വന്ന ശേഷമാണ് പ്രൊഫസറെ അദ്ദേഹം സ്വിച്ച് ഓൺ ചെയ്ത് ഞാനിതാ വരുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. കോടതിയുടെ പരാമർശം, വിധി എന്ന് പറയാൻ പറ്റില്ല, 15-ാം തീയതി വരെയുള്ള പരാമർശം. ബാക്കി തീരുമാനിക്കട്ടെ. ഞാനിവിടെ പറഞ്ഞത് തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക എന്നുള്ള നിലപാട് ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കാറുണ്ട്, CPM സ്വീകരിക്കാറുണ്ട്. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാറില്ല. നിയമപരമായ കാര്യങ്ങൾ നിയമപരമായിട്ട് നേരിടാറുണ്ട്. ഇതല്ലേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല UDFിൻ്റെ കൂടി ഉത്തരവാദിത്തം ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവരെല്ലാം ഒരു മുന്നണിയായിട്ടാണല്ലോ ജനങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നത്. ഈ ഒരൊറ്റ വിഷയം വയനാട്ടിലെ ഒരു പ്രാദേശിക വിഷയമായി മാത്രം കണ്ടുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. സംസ്ഥാനത്ത് എവിടെ ചെന്നാലും UDFിനും കോൺഗ്രസിനും മറുപടി പറയണ്ടേ? ഇത് ഭാരതീയ ന്യായ സംഹിതയിൽ വകുപ്പ് 108 അബറ്റഡ് സൂയിസൈഡ്. ആത്മഹത്യ പ്രേരണാകുറ്റം. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അബറ്റഡ് സൂയിസൈഡ് ഭാരതീയ ന്യായ സംഹിതയിൽ. അത് വെറുതെ കൊണ്ടായതല്ലല്ലോ ഡോക്ടർ ലാൽ. പോലീസ് വ്യക്തമായ തെളിവുകളോടെയാണല്ലോ കേസെടുത്തിരിക്കുന്നത്. എന്താണ് തെളിവുകൾ? ആ പറഞ്ഞ ആത്മഹത്യാക്കുറിപ്പ് തന്നെയാണ് സുപ്രധാനമായ പ്രേരണക്കുറ്റത്തിനുള്ള തെളിവ്. ഇനി ഈ പണം എങ്ങോട്ട് പോയി? ഈ അഴിമതിപ്പണം വിജയനെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് വേറൊരു കേസ് ഇപ്പോൾ ചെന്നിട്ടുണ്ട്. അത് പോലീസ് അന്വേഷണം ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരിലേക്കൊക്കെ പോയി, ആരൊക്കെയാണ് കൈപ്പറ്റിയതെന്ന് അന്വേഷിക്കണമെന്ന് സുരേഷ് താളൂർ, അദ്ദേഹം CPM നേതാവാണ് വയനാട്ടിലെ, അദ്ദേഹമാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസും അന്വേഷണത്തിലാണ്. അപ്പോൾ അതിൻ്റെ അന്വേഷണം വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നഗ്നമായ അഴിമതിയിൽ, ആത്മഹത്യാ പ്രേരണാകുറ്റത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം. ആ കോൺഗ്രസ് നേതൃത്വത്തിനെ അപ്പാടെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന ഈ കോൺഗ്രസ് നേതൃത്വം
ഈ ചർച്ചയിലിരിക്കുന്ന പ്രൊഫസർ ജോർജ് ഉൾപ്പെടെ ഉള്ളവരോട് ഒരു 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 സാധാരണക്കാരൻ്റെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി UDF വിജയൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ഈ നിമിഷം വരെ പറയാൻ എന്താണ് നിങ്ങളുടെ പാർട്ടി നേതൃത്വം തയ്യാറാവാത്തത്? എന്താണ് തയ്യാറാവാത്തത്? താങ്കൾ ഈ ചർച്ചയിൽ ഇതുവരെ അത്തരം ഒരു പദപ്രയോഗം നടത്താൻ താങ്കൾക്ക് എന്തുകൊണ്ടാണ് മനസാക്ഷി ഉണരാത്തത്? എന്താണ്? അവൻ നേതാക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ആ നേതാക്കൾക്കൊപ്പമാണ് നിങ്ങളുടെയൊക്കെ മനസ്സ്. നേതൃത്വം തങ്ങളുടെ തെറ്റ് ഒരിക്കലും പുറത്തു വരാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ അങ്ങ് മുഴുകി കഴിയുകയാണ്. പക്ഷേ നിയമത്തിൻ്റെ വഴിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും അവരുടെ കൂടെയാണ് എന്ന് പറയാൻ തയ്യാറായിട്ടുള്ളത് നാടിന് മുഴുവൻ അറിയാം. നിങ്ങളത് ചെയ്യില്ല എന്നുള്ളത് അറിയാം. പക്ഷേ താങ്കളെപ്പോലുള്ളവർക്ക് നീതിബോധം നശിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാക്കാനെങ്കിലും വേണ്ടി താങ്കളെങ്കിലും ഇവിടെ പറയും എന്ന് വിചാരിക്കണം. കോൺഗ്രസ് നേതൃത്വം പറയാനും പോകുന്നില്ല. ബത്തേരി മോഡൽ നിയമന തട്ടിപ്പാണ് വരുന്നത്. സാധാരണ നിയമന തട്ടിപ്പുമല്ല. ദാ രണ്ടുപേരുടെയും മരണം അക്കാര്യത്തിലൊക്കെ ആത്മാവിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ ആ രീതിയിലുള്ള കാര്യങ്ങളും പറയാം. അങ്ങനെ ഇപ്പോൾ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണശേഷമുള്ള അവരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. കോൺഗ്രസിന് അതും കൊണ്ടേ പോകും. ഡോക്ടർ ലാലെ, ഇപ്പോൾ ഇവിടെ ശ്രീ M ജയചന്ദ്രൻ അദ്ദേഹം ഒരു മാധ്യമ വിചാരണ നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം BNS ഒക്കെ കോട്ട് ചെയ്ത് അബറ്റ്മെൻറ്റ് ടു സൂയിസൈഡ് എന്നൊക്കെ അദ്ദേഹം സ്വയം അങ്ങ് പ്രഖ്യാപിച്ച് അവരെ 5 കൊല്ലം ജയിലിലിടണമെന്നൊക്കെ അദ്ദേഹം അങ്ങ് പറയുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുള്ള നിങ്ങളെ എനിക്ക് 2 മിനിറ്റ് തരുന്നെങ്കിൽ അതിനിടയ്ക്ക് കയറിയാൽ പിന്നെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? അതുകൊണ്ടല്ലേ അല്ലല്ല ലാലെ, എന്നെ പറയാൻ പൂർത്തീകരിക്കണം. 2 മിനിറ്റ് തരുന്നെങ്കിൽ എനിക്ക് തരണം. ഇവിടെ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ പറഞ്ഞല്ലോ എനിക്ക് സമയം തരുമെന്ന്. ഇവിടെ ജയചന്ദ്രൻ അദ്ദേഹം ഒരു വിചാരണ അങ്ങ് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ് ഇത് വലിയൊരു കേസാണ്. അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ നീതിന്യായ പീഠത്തിൽ ഇത്രയും അധികാരം കൊടുത്തതെന്ന് ഞാൻ അദ്ദേഹത്തോട് ബഹുമാനത്തോടെ ചോദിക്കുന്നു. ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അവർ കുടുംബത്തോടൊപ്പമാണെന്ന് പറഞ്ഞതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് കോൺഗ്രസിൻ്റെ ഉന്നതന്മാരായിട്ടുള്ള ഒരു ടീമിനെ അവിടെ അയച്ച് അങ്ങ് കേട്ടില്ലേ അവിടുത്തെ മകളും അതായത് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള മകൻ്റെ ഭാര്യയും മകനും കൂടെ പരസ്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ ഒന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം ഞങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടിയാണിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്താണ് ജയചന്ദ്രൻ, ബഹുമാനപ്പെട്ട ജയചന്ദ്രൻ, നിങ്ങളത് കണ്ടില്ലേ, അത് കേട്ടില്ലേ? അങ്ങയ്ക്ക് എപ്പോഴും ഈ പറയുന്ന ഒരു മഞ്ഞ കണ്ണാടിയിലൂടെ കണ്ട് അങ്ങയുടെ ഒരു മാധ്യമ വിചാരണ നടത്തിയിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അതുകൊണ്ട് അങ്ങ് പറയുന്നത് ഞങ്ങൾക്ക് ഈ മാധ്യമങ്ങളെല്ലാം ഞങ്ങൾക്കെതിരാണ്. അങ്ങയുടെ 2 മാധ്യമങ്ങളെ ഉള്ളോ ഈ രാജ്യത്ത്? എന്തുകൊണ്ടാണ് എതിരായി പോകുന്നത്? അങ്ങ് ആത്മപരിശോധന നടത്തണം. എന്തുകൊണ്ടാണ് മറ്റു മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാത്തത്? ജയചന്ദ്രനെ മാധ്യമ പ്രവർത്തകൻ പറയരുത്, കണ്ണടച്ചിരിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് ജയചന്ദ്രൻ ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞില്ല. എനിക്ക് സമയം അദ്ദേഹം സ്വയം അദ്ദേഹം ഭാരതീയ ന്യായ സംഹിത എന്നാണോ താങ്കൾക്ക് കാണാനാകുന്നത്? ഹലോ ശ്രീ ശശീന്ദ്രൻ, താങ്കളോടാണ്. ഹലോ. കോൺഗ്രസ് നേതൃത്വം അന്വേഷിച്ചിട്ട് ഈ കുറ്റം മുഴുവൻ പിന്നെ MN വിജയൻ്റെ ഭാഗത്താണ്, വിജയേട്ടൻ്റെ ഭാഗത്തു നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മരണാനന്തര ശിക്ഷ വിധിക്കുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കേട്ടാൽ അങ്ങനെയാണ്. ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രതികർക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കത്ത് മരണമൊഴി പോലെയാണ്. അദ്ദേഹം അവസാനം എഴുതി വെച്ച കത്ത്. ആ മരണമൊഴിയിലാണ് ഈ പേരുകളെല്ലാം വിളിച്ചു തോന്നിയിരിക്കുന്നത്. വേറെ ആരും ഞാൻ നിയമം വ്യാഖ്യാനിച്ചിട്ടൊന്നുമില്ല. മരണമൊഴി എന്നാണ് പറഞ്ഞത്. ഞാൻ നിയമമൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ നിയമം പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന്റെ കത്ത്, ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ പോലീസ് കേസിന്റെ അടിസ്ഥാനം മരണം ആ കത്തിലുള്ള കാര്യങ്ങളിൽ 3 ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. കോൺഗ്രസ് എത്ര വെള്ളപൂശിയാലും
ഈ കാര്യങ്ങളെ ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി കഴിയില്ല. ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. വയനാട്ടിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് ഇത് ഭയങ്കരമായ മഹാ അപരാധമായി പോയി, ഇങ്ങനെ ഞങ്ങളുടെ ഒരു കുടുംബത്തോട് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു സംഘമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം വയനാട്ടിൽ മാറിപ്പോയോ എന്നവർ ചോദിക്കുന്നുണ്ട്. അത് കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ വരുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ മാത്രമല്ല. അതുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം വയനാട്ടിൽ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 13-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ആ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട്. ഈ കൊള്ളയ്ക്കെതിരെ, ഈ കൊലയാളി സംഘത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധം വയനാട്ടിൽ ഉയർന്നു വരും. എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആ നിയമപരമായ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാമൂഹ്യ ഇടപെടലാണ് CPM-ന്റെ ഭാഗത്തുണ്ടാവുക, ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗത്തുണ്ടാവുക. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. കോൺഗ്രസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നീങ്ങിയെങ്കിലും അവർ ആ കുടുംബത്തോട് മാപ്പ് പറയാൻ ജനപ്രതിനിധിയാണ്. അത് 15-ാം തീയതി വരെ മാത്രം സ്വിച്ച് ഓൺ ചെയ്യാനുള്ളതല്ല, അത് കഴിഞ്ഞും താങ്കൾ ധൈര്യമായി ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുക. ഒപ്പം ND അപ്പച്ചൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്, അദ്ദേഹവും ജനപ്രതിനിധിയാണ് ഒരു കണക്കിന്, അദ്ദേഹവും ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുക. KK ഗോപിനാഥ് പറയുന്നത് ഞാൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്, കോൺഗ്രസ് എനിക്കെതിരെ നടപടി എടുത്തിട്ടില്ല. ഇതൊക്കെയാണ് പുറത്തായ കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത്. അപ്പോൾ ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ 1, 2, 3 പ്രതികളാണിവർ. ഈ കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണ ടീം എന്താണ് അന്വേഷിച്ച് കണ്ടെത്താൻ പോകുന്നത്? തെളിവുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മുഖത്ത് നോക്കി നിൽക്കുകയാണ്. ആ തെളിവുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനാകുമെങ്കിൽ ഇനി ആരൊക്കെ പുറത്തേക്ക് വരേണ്ടി വരും, ഇനി ആരൊക്കെയാണ്, ഏതറ്റം വരെയാണ് ഈ കേസിൽ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കാൻ പോകുന്നത്? ജില്ല വിട്ട് പുറത്തേക്കും പോകുമോ? പണത്തിൻ്റെ കണക്കും ഇനി കൂടുതൽ അറിയാനുണ്ടോ? വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ CK ശശീന്ദ്രൻ, പ്രൊഫസർ AG ജോർജ്, M. ജയചന്ദ്രൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.